ആർക്കേസോടെ ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആയിരുന്നു നിങ്ങളുടെ കോമ്പോയിലുള്ളത്. അത് അപ്പൊ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന്. അപ്പൊ അത്ര ഹൈപ്പിൽ നിൽക്കുമ്പോൾ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളാകും ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ ധ്യാൻ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ലെങ്കിൽ സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇല്ല, സിനിമ നന്നായിരുന്നു ഓടി. അപ്പം ഞാൻ എന്റെ പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ സീക്രട്ടിന്റെ റിവ്യൂ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ എന്റെ പ്രൊഡ്യൂസറല്ല. പിന്നെ അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ നമ്മൾ റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റും അൺഫോർച്ചുനേറ്റ്. കാര്യം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാനല്ല ഉത്തരം പറയുന്നത്, ജോർജിൻ ചേട്ടനായിരുന്നു ഉത്തരം പറയുന്നത്. ആ ചോദ്യം ചോദിച്ചോട്ട് കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു, ചോദിപ്പിച്ച വൈകി. മനസ്സിലായോ? അയാളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അയാൾ ചോദിക്കാം, അയാൾക്ക് അഡ്രസ് ചെയ്യാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ അയാൾ ചോദിക്കണം. വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും താരം പോയി. ചിലപ്പോൾ അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 0.1% മിസ്സായി പോയി. അപ്പോൾ അതിനെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത് മനുഷ്യനല്ലേ. പക്ഷെ അത് മാത്രമല്ല തമാശ കാര്യമല്ല. ഒരു നേഷന്റെ ഒരു GDP-ക്കൊക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കണക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ്, ചെറിയ തീപ്പറി എന്ന് പറയുന്നത്. അതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച ആള് മാറ്റി ചോദിക്കാം. പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു. ഞാനും ധ്യാനും രമേശായിട്ട് ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണുന്നു. എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല. അതിനായിട്ട് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇതേപോലെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമില് നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു. നമുക്ക് 3 ലൊക്കേഷനേ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷൻ, വീട്, റോഡ്. ആ റോഡിലാണെങ്കിൽ രമേശേട്ടൻ പറയുന്നത് ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പലതും പറ്റില്ല. മനസ്സിലായോ? കാര്യം അങ്ങോട്ട് ഓടിച്ചെടുക്കും അവൻ്റെ ഒരു പടം ഉണ്ട്. അപ്പം ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ തന്നെ എന്താ പറയുക ഡിസോൺ ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും റൈറ്റ് ഉണ്ട്. കാര്യം അവര് കാശ് മുടക്കിയാണ് തിയേറ്ററിൽ വരുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേട്ടാ ഞാൻ ഡൗട്ട് ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ മറ്റുള്ള ഇൻഡസ്ട്രീസിൽ നിന്നെല്ലാം എടുത്തു പറയുകയാണെങ്കിൽ തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും ഒരു കാര്യം ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നോട്ട് കറക്റ്റ് എന്ന് കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. അതിലെന്തായാലും പോരായ്മകൾ എന്നുള്ളതും കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. അത് ചിലപ്പോൾ എനിക്കല്ല, ഇപ്പോൾ റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടർ ഒക്കെ, അയാൾ ഒരു പുതിയ ഡയറക്ടറാണ്. അയാൾക്ക് നാളെ ഒരു സിനിമ ചെയ്യുമ്പോൾ അയാൾക്ക് നേരത്തെ ചെയ്തൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും.